केरला के गवर्नर राजेंद्र अर्लेकर जी, मुख्यमंत्री श्रीमान पी विजयन जी, केंद्रीय कैबिनेट के मेरे सहयोगीगण, मंच पर मौजूद अन्य सभी महानुभाव और केरला के मेरे भाई और बहनों, केरला गवर्नर राजेंद्र अर्लेकर जी, मुख्यमंत्री श्री पी पिണറായി വിജയൻ ജി, കേന്ദ്രമന്ത്രിസഭയിലെ എൻ്റെ സഹപ്രവർത്തകരെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള മഹാനുഭാവന്മാരെ, കേരളത്തിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ओरिकल कुड्डे श्री अनंत पद्मनाभ पांडे मणिलेक वरान साध तीर्थ दिल एनिक अतियाय സന്തോഷമുണ്ട്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരിക്കൽ കൂടി ശ്രീ അനന്ത പത്മനാഭന്റെ മണ്ണിലേക്ക് വരാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. साथियों, आज भगवान आदि शंकराचार्य जी की जयंती है. 3 वर्ष पूर्व सितंबर में मुझे उनके जन्मभूमि क्षेत्र में जाने का सौभाग्य मिला था. मुझे खुशी है कि मेरे संसदीय क्षेत्र काशी में विश्वनाथ धाम परिसर में आदि शंकराचार्य जी की भव्य प्रतिमा स्थापित की गई है. मुझे उत्तराखंड के केदारनाथ धाम में आदि शंकराचार्य जी की दिव्य प्रतिमा के अनावरण का भी सौभाग्य मिला है. और आज ही देवभूमि उत्तराखंड में केदारनाथ मंदिर के पट खुले हैं. केरला से निकलकर देश के अलग अलग कोनों में मठों की स्थापना करके आदि शंकराचार्य जी ने राष्ट्र की चेतना को जागृत किया. इस पुनीत अवसर पर मैं उन्हें श्रद्धापूर्वक नमन करता हूं. സുഹൃത്തുക്കളെ, ഇന്ന് ഭഗവാൻ ആദി ശങ്കരാചാര്യ ജയന്തിയാണ്. 3 വർഷങ്ങൾക്ക് മുൻപ് സെപ്റ്റംബറിൽ എനിക്ക് അദ്ദേഹത്തിന്റെ ജന്മഭൂമി ക്ഷേത്രം സന്ദർശിക്കാനുള്ള സൗഭാഗ്യം ലഭിച്ചു. എൻ്റെ മണ്ഡലമായ കാശിയിൽ വിശ്വനാഥ് ധാമിൽ അതിന്റെ പരിസരത്ത് ആദി ശങ്കരാചാര്യരുടെ ഭവ്യമായ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. എനിക്ക് ഉത്തരാഖണ്ഡിലെ കേദാരനാഥ് ധാമിലും ആദി ശങ്കരാചാര്യരുടെ ദിവ്യ പ്രതിമ അനാവരണം ചെയ്യുന്നതിനുള്ള സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇന്നാണ് ദേവഭൂമിയായ ഉത്തരാഖണ്ഡിൽ കേദാരനാഥ മന്ദിർ തുറക്കുന്നത്. കേരളത്തിൽ നിന്ന് പുറപ്പെട്ട രാജ്യത്തിന്റെ വിവിധ മഠങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് വിവിധ ഭാഗങ്ങളിൽ ആദി ശങ്കരാചാര്യർ രാഷ്ട്ര ചൈതന്യം ഉണർത്താൻ ശ്രമിച്ചു. ഈ പവിത്രമായ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ ശിരസ് നമിക്കുന്നു. साथियों, यहां एक और अपनी संभावनाओं के साथ उपस्थित ये विशाल समुद्र है और दूसरी ओर प्रकृति का अद्भुत सौंदर्य है. और इन सब के बीच हम न्यू एज डेवलपमेंट का सिंबल ये विजिंगम डीप वाटर सी पोर्ट है. मैं केरला के लोगों को, देश के लोगों को बहुत बहुत बधाई देता हूं. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു ഭാഗത്ത് അപാരമായ സാധ്യതകളുള്ള വിശാലമായ സമുദ്രം, മറുഭാഗത്ത് പ്രകൃതി സൗന്ദര്യം വാർന്നൊഴുകുന്ന വിവിധ പ്രദേശങ്ങൾ. ഇതിനിടയിൽ ഇന്ന് ന്യൂ ഏജ് ഡെവലപ്മെന്റിന്റെ മാതൃകയായി ഈ വിഴിഞ്ഞം ഡീപ്പ് വാട്ടർ സീപോർട്ട് നിലനിൽക്കുന്നു.
ഞാൻ കേരളത്തിലെ ആളുകൾക്കും ദേശവാസികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. साथियों, इस सी पोर्ट को 8,800 करोड़ रुपीस की लागत से तैयार किया गया है. अभी इस ट्रांसशिपमेंट हब की जो क्षमता है वो भी आने वाले समय में बढ़कर के 3 गुनी हो जाएगी. यहां दुनिया के बड़े मालवाहक जहाज आसानी से आ सकेंगे. अभी तक भारत का 75% ट्रांसशिपमेंट भारत के बाहर के पोर्ट पर होता था. इससे देश को बहुत बड़ा रेवेन्यू लॉस होता आया है. ये परिस्थिति अब बदलने जा रही है. अब देश का पैसा देश के काम आएगा. जो पैसा बाहर जाता था वो केरला और विलिंगडम के लोगों के लिए नई इकोनॉमिक अपॉर्चुनिटी लेकर आएगा. സുഹൃത്തുക്കളെ, 8,800 കോടി രൂപ മുതൽ മുടക്കിയാണ് ഈ പോർട്ട് ഇവിടെ സ്ഥാപിച്ചത്. ഇപ്പോൾ ട്രാൻസ്ഷിപ്മെന്റ് ഹബ് നിലവിലുള്ള ക്ഷമതയിൽ നിന്നും വരും കാലത്ത് 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കും. അതിലൂടെ ലോകത്തുള്ള വലിയ വലിയ ചരക്ക് കപ്പലുകൾക്ക് വളരെ വേഗത്തിൽ ഇവിടെ എത്തിച്ചേരാനാകും. ഇതുവരെ 75%-ലധികം ട്രാൻസ്ഷിപ്മെന്റ് ഭാരതത്തിന് പുറത്തുള്ള പോർട്ടുകളിലാണ് നിലനിന്നിരുന്നത്. ഇതിലൂടെ രാജ്യത്തിന് വളരെയധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമായിരുന്നു. ഈ കാരണത്തിന്, ഈ പരിസ്ഥിതിക്ക് ഇനി മാറ്റം കൊണ്ടുവരും. ഇനി രാജ്യത്തിന്റെ പൈസ നമുക്ക് തന്നെ പ്രയോജനപ്പെടും. പുറത്തേക്ക് ഒഴുകിയിരുന്ന പണം അത് കേരളത്തിനും വിഴിഞ്ഞം പോർട്ടിനും അതിലൂടെ ജനങ്ങൾക്കും പുതിയ സാമ്പത്തിക സുസ്ഥിരത കെട്ടിപ്പടുക്കുന്നതിന് പ്രയോജനപ്പെടും.